നമുക്കിന്നൊരു ബാംഗ്ലൂർ വാടകയാണ് ഉള്ളത്. അപ്പോൾ വണ്ടിയിൽ ഫുള്ളൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 6:30. पीछे था गोडाउन में. ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമ്മൾ വീൽസിനൊന്നും നമ്മൾ സ്ട്രാപ്പ് ഇടുന്നില്ല. നമ്മളിത് വന്നിട്ട് ഡയറക്റ്റ് ഹൗസിങ്ങിൽ നിന്ന് നമ്മളെ ബാക്ക് റാമ്പിലേക്കാണ് കണക്ട് ആക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് പോകാത്ത പോലെ. അതുപോലെ തന്നെ 4 ടയറിന് കട്ട വെച്ചിട്ടുണ്ട്. അത്ര സേഫ്റ്റി അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫ്രണ്ടിൽ അതുപോലെ തന്നെ നമ്മളൊരു പുല്ലി വെച്ചിട്ടാണ് ഇവിടെ ലോഡാക്കിയിട്ടുള്ളത്, ഡബിൾ സൈഡ്. എന്ന് വെച്ചാൽ ഇത് നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ടാവും. വണ്ടി യാതൊരു കാരണവശാലും വണ്ടി അനങ്ങൂല. സോ വണ്ടി റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10-20-30 കിലോമീറ്റർ പോയിട്ടൊന്ന് നോക്കൂ. ഇൻ കേസ് എവിടെയെങ്കിലും ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രാപ്പ് ഇടും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്ര വലിയ മെഷീൻ ആദ്യമൊക്കെ ട്രെയിലറിലാണ് എടുത്തിട്ട് പോകുന്നുണ്ടായത്. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ 10 വീൽ 12 വീലൊക്കെയാണ് പോകുന്നത്. നോർമൽ ഒരു പ്ലാറ്റ്ഫോം വണ്ടി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയും വണ്ടി വേണമെന്ന് തോന്നും. അതെന്താണെന്നറിയില്ല, നമുക്ക് കാണുന്ന എല്ലാ വണ്ടിയും വേണമെന്ന് തോന്നുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ബാംഗ്ലൂരിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന മുഴുവനും തോട്ടാണ്. ലെഫ്റ്റ് റിസർവ് ഫോറസ്റ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കാണാൻ റൈറ്റ് സൈഡിൽ മുഴുവൻ എല്ലാവരും സോളാർ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ആന ശല്യം ഉള്ളത് കൊണ്ടാണ്. ഫ്രണ്ട്സ്, ഇതൊരു ഓപ്ഷനാണ്. പോകുന്ന വഴിക്ക് ക്രീസിങ് ആക്കിയാൽ പൈസ നല്ല കുറവുണ്ടാവും. ഇതിപ്പോൾ ഫുൾ ടോട്ടൽ നമ്മുടെ വണ്ടിക്ക് പറഞ്ഞിട്ടുള്ളത് 200 രൂപയാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. വണ്ടി എടുത്തിട്ട് ഇതുവരെയായിട്ട് തന്നെ നമുക്ക് അടിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ അവിടെ ഒന്നും ഈ ഗ്രീസ് അടിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ ഇത് ഹൈവേൻ്റെ ഇതാണ് നമ്മൾ ബാംഗ്ലൂർ ഹൈവേ ആണ്. നമ്മൾ മുകളിൽ കയറിയിട്ടില്ലെന്ന് വെച്ചാൽ ഒരുപാട് ടോളുണ്ട്. പ്ലസ് നമ്മളെ വണ്ടിക്ക് ഒരുപാട് സ്പീഡും പോകാൻ പറ്റില്ല. ഗവർണറും ഉണ്ട്. അപ്പോൾ എന്തുണ്ടായാലും മെല്ലെ പോകുന്നതുകൊണ്ട് നമ്മൾ താഴത്തെ റോഡ് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ തിരക്കുള്ളവരൊക്കെ മുകളിൽ പോകും. അങ്ങനെയായിട്ട് താഴത്തെ റോഡ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്, കാലിയായിട്ടുണ്ടാവും. അപ്പോൾ താഴത്തെ റോഡ് കൂടി പോകുന്നതായിരിക്കും നല്ലത് വലിയ വണ്ടികളെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ റോഡ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്ന് ലാസ്റ്റ് മണ്ണ് റോഡിലേക്ക് എത്തി.